പുറത്തേക്ക് പോയിട്ടുണ്ട് ഒരാള്. മീൻ കൊണ്ടുവരുമ്പോപ്പാ മീന് വില കുറവാന്നെല്ലാം പറയുന്ന കേട്ടു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ചീര കൊണ്ടുവന്നിന്. എന്നാ മീനും വാങ്ങിക്കൂടെ? ഈ രണ്ടാമത് പോണ വാങ്ങാൻ. അതെങ്ങനെയാന്ന് ഈടുന്ന് വാങ്ങിയാലേ തൃപ്തിയാവൂലു. ഓ അച്ഛനാ നാടാട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ ചീര കൊണ്ടുവന്നിന്. അച്ഛൻ ഇത് വാടിയ പോലെ ഇന്ന് വെച്ചിട്ട് പിന്നെ ഇത് ഒന്നിനും കൊള്ളൂല. പിന്നെ നാടോണം വരുമ്പോ മറ്റൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? 2 പത്ത വാങ്ങിയതാ. ഇത് ഇട്ടിട്ട് കറി വെച്ചോ, നല്ല രസം ഉണ്ടാവും. ആരാട്ടം വരുമ്പോ മീനൊന്നും കൊണ്ടുവന്നിട്ട് അച്ഛ. ഇപ്പൊ മീൻ മണിക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അച്ഛനേതായാലും കൊണ്ടുവന്നല്ലേ മാങ്ങിട്ടിട്ട് കൊണ്ടുവന്നാലേ മാങ്ങിട്ടിട്ട് വെക്കാം. ഞാനൊന്ന് അങ്ങോട്ട് പോയിക്കോളാം മോളെ. എന്നാ അച്ഛൻ പോട് അച്ഛൻ നല്ല പോട്. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ. ഓ നല്ല അയിലേന്റെ പാട്ട് പാടിയിട്ടല്ല വരുന്നത്. അയില വാങ്ങിച്ചത്? ഓ അയിലൊന്നുമില്ല, മത്തി മറ്റേ ഇതില്ലേ നത്തലി, ആ വലിയ നത്തലി. ചിലക്ക് എന്നാ പറയല് കൊഴുവയാ. കൊഴുവ. രണ്ടും വാങ്ങി. നീ ചട്ടി എടുത്തിട്ടോ. കാരണം മാങ്ങട്ടി അച്ഛൻ കൊടുത്തതാണ്. നല്ല മാങ്ങ നത്തല് വാങ്ങിട്ട് വെക്കല്ലേ? നത്തലെന്ന് വാങ്ങിട്ട് വെച്ചു. മത്തി പൊരിക്കാനും ചെയ്തു. മത്തിയ ശരിക്കും വാങ്ങിട്ട് വെക്കണ്ടേ? എന്നാ നമുക്ക് നത്തല്ല. നത്തന്ന് വെറൈറ്റി ആവട്ടെ. ചട്ടി എടുക്ക്. ഓ രണ്ടും കൂടി വലിയ പൈസ ആയിട്ടുണ്ടാവൂല. ഏതോ കൊന്നു വാങ്ങിയപ്പോരേ. മത്തിക്ക് 100, മറ്റേ നത്തലിന് 100. മത്തിയല്ല ചാകരാന്ന് പറഞ്ഞിട്ട് വിലക്കുറവൊന്നുമില്ല. തട്ടറാ അത് മേലത്തേതാണ്. എല്ലാം കൊണ്ട് ഒപ്പം തട്ടല. അങ്ങനെ ആവൂല. കടലാസല്ലേ ഇതായി. നല്ല ഫ്രഷ് സാധനമാണ്. ആ കടലാസ് എടുത്ത് കളയാ. ചീര മുറിച്ചു അല്ലേ? ചീര എന്തായാലും ഇന്ന് ആക്കുന്നത് നല്ലതാണ്. ഇത് വാടി. മത്തി പൊരിക്കാന്ന്. മത്തി ഞാൻ ഇന്നാക്കൊഞ്ചില്ല. ഇന്ന് മാത്രമൊന്നല്ല, നാളെയും ദിവസമുണ്ട്. ഇന്ന് ഇത് മതി. പുളിശ്ശേരി ഉണ്ട്, ചീരുവായി, ഇതുവായി. മത്തി നാളെ മറ്റേ മത്തി ചെറുതത്രല്ലേ? ഇതിൽ ഇണറുണ്ടാവുമ്പോ എന്തായാലും നാളെ ആക്കൂല. നാളെ ആക്കൂല. അങ്ങനെ നമ്മുടെ മീൻ മുറിച്ചായിട്ടുണ്ട് അല്ലേ? മീൻ മുറിച്ചായിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് പെരക്കയാണ്. അതിന്റെ വഴുവഴുപ്പ് പോകാൻ വേണ്ടിട്ട്. കാന്താലിന്റെ
എന്നാ പിന്നെ ഞാനിതൊന്ന് വൃത്തി കഴുകിയെടുക്കട്ടെ. ഒരു 5-6 വെള്ളത്തിൽ കഴുകണത്. അപ്പോൾ നമ്മുടെ മീൻ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയും കൂടെ ഒന്ന് മുറിച്ച് റെഡിയാക്കട്ടെ. രണ്ടും മുറിക്കുന്നുണ്ട്. ചെറുതെടുക്കണം. പുളി കുറവാണ്. രണ്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങേനെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ചെറിയ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി അല്ലേ, മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുക. അപ്പോൾ ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ മീൻ കറിക്ക് നമ്മൾ ജീരകം ചേർക്കുന്നില്ല അല്ലേ? അരപ്പിൽ നമ്മൾ ചേർക്കുന്നതാണ്. പാകത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല വൃത്തി ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരപ്പിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മുടെ മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൊണ്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഇളക്കി മിക്സാക്കാം. തീ കത്തിച്ചോ. അപ്പോൾ നമ്മുടെ അടുപ്പ് തീ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറിയാക്കാൻ തുടങ്ങാം. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ടല്ല എന്താ മാങ്ങ ഇടുന്നത് കൊണ്ട് അതൊന്നും വേണ്ട. എന്താ നമ്മുടെ കത്തിക്ക് പുകയുന്നു. അപ്പോൾ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മീനിൻ്റെ കഷ്ണം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ അരപ്പ് കിടന്ന് മീനും കൊണ്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണ്ടേ. കറിവേപ്പിലേ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഒന്നും കൂടെ വെള്ളം ചൂടിലൊന്ന് റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ ഇനി കറി വാങ്ങി നോക്കേ. കറി റെഡിയായി. ഓക്കെ. എന്നാൽ പിന്നെ ഞാൻ ഇന്നത്തെ രാത്രി കഴിക്കലായേ. അപ്പോൾ അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കൂലും. പിള്ളേരും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നില്ലും. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കഴിക്കണല്ലോ കേട്ടോ. എന്നാൽ കഴിക്കേ. അപ്പോൾ നമ്മുടെ കറി ആകുമ്പോൾ കുറച്ച് സമയം വൈകിപ്പോയേ. അപ്പോൾ ഇന്നത്തെ കറി നമ്മുടെ മാങ്ങയിട്ട നമ്മുടെ മീൻ കറി അല്ലേ. കുറച്ച് ചാറ് ഒഴിച്ചതിൻ്റെ ഇതിലേക്ക്. അപ്പോൾ നമ്മുടെ ചീര വറവും ഉണ്ട്, ചീരത്തോരൻ. അപ്പോൾ രാത്രി ചോറ് കുറച്ചിന് കേട്ടോ. ആദ്യം നമ്മുടെ കറിയും കൂട്ടി ഒന്ന് കുഴച്ചിട്ട് കറി നല്ലതാണ്. അടിപൊളി. നമ്മുടെ ചീര നാടൻ ചീരയാണ് കേട്ടോ. ചോറ് കഴിക്കുമ്പോൾ തന്നെ വെള്ളം വേണം. കറി നല്ല കറിയാണ് കേട്ടോ. പച്ചമാങ്ങ ഇപ്പം കിട്ടൽ കുറവാണ്. മാങ്ങ സീസൺ കഴിഞ്ഞില്ലേ. എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ.